ഇത് മഞ്ഞപ്ര മാസ് മോട്ടോറിനായിരുന്നു നമ്മുടെ ഹോണ്ട 110 വണ്ടി. നമ്മളത് വർക്കിന് കഴിഞ്ഞു ജന സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ ബ്രേക്ക് അതുപോലെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാക്കിൽ ബ്രേക്ക് ഷൂ കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതുപോലെ ഫുള്ളായിട്ടൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എയറടിച്ച് ക്ലീൻ ചെയ്ത് എൻ്റെ ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റെഡിയാക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ചെയിനും നമുക്ക് ടൈറ്റ് ചെയ്യാണ്ട്, ചെയിനും കുഴപ്പമൊന്നുമില്ല. ചെയിനും ഓയിലും ഗ്രീസൊക്കെ നോക്കിയിട്ട് ടൈറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. നിലവിൽ എയർ ഫിൽറ്ററും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. എയർ ഫിൽറ്റർ നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ അതിൻ്റെ പ്ലഗ് ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാനായിട്ട് എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ മാറ്റുന്ന കൂടെ തന്നെ അതിൻ്റെ ഫിൽറ്റർ നമുക്ക് മാറ്റി കളയാം. ഫിൽറ്റർ കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓയിൽ ഫിൽറ്റർ കൂടി നമ്മൾ മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ഇരിക്കുന്ന വണ്ടി വന്നപ്പോൾ ഒരു ആമറോണിൻ്റെ ബാറ്ററിയാണ്. നിലവിലിപ്പോൾ സെൽഫിയൊക്കെ വർക്കിംഗ് ആണ്. എന്നാലും നമ്മളതിൻ്റെ വോൾട്ടും അതിൻ്റെ കംപ്ലയിൻസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.87 റേഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് വിടും. ബാറ്ററി ഡാമേജ് ഉള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. ആ പച്ച ലൈറ്റാണ്, ഓക്കെ ലൈറ്റാണ് കത്തിയിരിക്കുന്നത്. നിലവിൽ ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാണ്ട് ഞാൻ ബാക്ക് വീൽ അയച്ചു കൊണ്ടപ്പോൾ ഫ്രണ്ട് അയക്കാതെ അത് കഴിഞ്ഞ് ഫ്രണ്ട് വീൽ തന്നെ അയച്ച് ക്യാമറ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യാണ്ട്. ഹെഡ്ലൈറ്റ് ഒരു പോയിൻ്റ് വർക്ക് ചെയ്യുന്നുള്ളൂ, അതിൻ്റെ ബൾബിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ആ ബൾബൊന്നും മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം. ഓക്കെ, ഞാൻ വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല. എൻ്റെ ഈ സർവീസിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വണ്ടി വർക്കിന് വേറെ കുറച്ച് ലേറ്റായി പോയി. അതുകൊണ്ട് നമുക്ക് വാഷിങ് ചെയ്യാൻ പറ്റുമോ അറിയില്ല. നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് വേണം വാഷിങ് കൊടുക്കാൻ. അപ്പോൾ അത് പുറത്ത് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള വർക്കൊന്നും എടുത്ത് വയ്ക്കാം. വാഷിങ്ങിൻ്റെ കേസാണ് നമുക്ക് എന്തൊക്കെ നടക്കില്ല. വണ്ടി വേണമെങ്കിൽ കൊണ്ടുപോകാം, നോക്കിയിട്ടൊന്നും പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ.